വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ യുണൈറ്റഡ് വേഴ്സസ് ആഴ്സണൽ മാച്ചിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. എസ്പെഷ്യലി യുണൈറ്റഡിനെ കുറിച്ചാണ് പറയാനുള്ളത്. ആഴ്സണലിനെ കുറിച്ച് കാര്യമായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ ലേറ്റ് ആയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മാച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ലൈവായിട്ട്. ലാസ്റ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, തുടക്കം മുതൽ കാണാൻ പറ്റിയിട്ടില്ല. വേറൊരു ചാനലിൽ ഒരു പ്രീ മാച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു നമ്മുടെ എൽ ക്ലാസിക്കോൻ്റെ. പിന്നെ വേറെ കുറച്ച് പ്രശ്നത്തിൽ വിട്ടുപോയി. അപ്പോൾ മാച്ച് ഫുള്ള് ഇരുന്ന് കണ്ട് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ട്രൈപ്പോഡ് പൊട്ടിപ്പോയി. സോ ഇത് വേറൊരു ലാപ്പിലാണ് എടുക്കുന്നത്. സോ ഗ്രെയിൻസ് ഒക്കെ ഉണ്ടായിരിക്കും, ക്ലാരിറ്റി കുറവായിരിക്കും. പ്ലീസ് ടു അഡ്ജസ്റ്റ്. ഓക്കെ, മാച്ചിലേക്ക് വരാം. ഫസ്റ്റ് ആഴ്സണലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആഴ്സണൽ പെനാൽറ്റിയിൽ തോറ്റു, സ്വന്തം ഹോമിൽ വെച്ചിട്ട്. 60 മിനിറ്റ് നേരം ഇവർ കളിച്ചത് എന്താ പറയുക, 10 പേരായിട്ട് ചുരുങ്ങിയിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയാണ്. എന്നിട്ടും കിട്ടിയ ചാൻസസ് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ഞാൻ പറയുക, എൻ്റെ പൊന്നാര ആർട്ടേറ്റെ, ഒരു സ്ട്രൈക്കറെ എവിടെന്നെങ്കിലും പോയിട്ട് കൊണ്ടുപോവാം. ഇത് ഹാവർട്സിനെ കൂട്ടിയാൽ കൂടുന്ന പണിയല്ല. ഈ ടീമിൻ്റെ മെയിൻ സ്ട്രൈക്കറായിട്ട് നിന്നിട്ട് നിങ്ങളെ ടൈറ്റിൽസിലേക്ക് ലീഡ് ചെയ്യുക എന്നുള്ളതൊന്നും ഹാവർട്സിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പണിയല്ല. ഇത് ഞാൻ മുമ്പും പറഞ്ഞുകളാണ്, കഴിഞ്ഞ സീസണിലും പറഞ്ഞുകളാണ്. പലപ്പോഴും ഹാവർട്സ് കളിക്കുന്ന സമയത്ത് ഇവർ 10 പേരെ വെച്ച് കളിക്കുന്ന പോലെ എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്. ഈ സീസണിൽ പിന്നെ അധികാരം വിമർശിക്കാത്തതിന് കാരണം ആളടുന്ന് കുറച്ചുകൂടി അധികം ഗോൾ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ടാണ്. എന്നിരുന്നാൽ പോലും പലപ്പോഴും എന്താ പറയുക, 10 പേരെ വെച്ച് കളിക്കുന്ന പോലെയാണ് ടു ബി ഹോണസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ആൾ കഷ്ടപ്പെട്ട് ഡൈവ് ചെയ്തൊരു പെനാൽറ്റി നേടിക്കൊടുത്ത് അത് ഒഡേഗാർഡ് മിസ് ചെയ്ത്. ഒഡേഗാർഡ് ഞാൻ പറഞ്ഞതാണ്, ഒഡേഗാർഡ് സ്റ്റെപ്പപ്പ് ചെയ്യാതെ ടീമിന് ലൈഫില്ല. ഒഡേഗാർഡ് ഡൗൺ ആയിപ്പോയി. ഒഡേഗാർഡ് പെനാൽറ്റി മിസ് ചെയ്തു. ഒഡേഗാർഡ് ക്യാപ്റ്റനാണ്, ഒഡേഗാർഡ് സ്റ്റെപ്പപ്പ് ചെയ്യേണ്ട സമയമായിരുന്നത്. പക്ഷേ ഒഡേഗാർഡ് പെനാൽറ്റി തുലച്ച് കളഞ്ഞു. സോ കൂടുതലൊന്നും പറയാനില്ല ഒഡേഗാർഡിനെ കുറിച്ച്. ആൾ ഭയങ്കര ഡിപ്പാണ്. എങ്ങനെയെങ്കിലും സ്റ്റെപ്പപ്പ് ചെയ്തില്ലെങ്കിൽ ഇനിയും ഈ ഒരു ആർസണൽ ടീമിൻ്റെ ഗ്രാഫ് താഴോട്ടായിരിക്കും. സാക്കില്ല എന്നുള്ളത് നമുക്കറിയാലോ. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് പിന്നെ ഹാവർട്സ് എന്താ പറയുക, സിറ്റർ മിസ്സാക്കി. അവിടെ ഗോൾ കീപ്പർ പോലെ തട്ടിക്കൊടുത്താൽ മതി, അത് ആൾ ചെയ്തില്ല. ആളത് പുറത്തേക്ക് തട്ടി. ഇങ്ങനെ ഒരു വേഴ്സ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേഴ്സ്റ്റ് പെർഫോമൻസ് ആണ് ഇന്നലെ ഹാവർട്സ് നടത്തിയിട്ടുള്ളത്. ടീമിൽ ഗോൾ അടിക്കാൻ ചുമതലയുള്ള ചങ്ങായിയാണ് ഈ ഹാവർട്സ് ഇങ്ങനെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എവിടുന്ന് ഗോൾ വരും? ഗോളൊന്നും വരില്ല. ഓക്കെ, അപ്പം ആൾ സിറ്റേഴ്സ് മിസ് ചെയ്തു, പെനാൾട്ടി മിസ് ചെയ്തു. ഇന്നലത്തെ ദുരന്ത നായകനാണ് ശരിക്കും പറഞ്ഞാൽ ഹാവർട്സ്. സോ ആൾ ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ടുണ്ട് പല നാളായിട്ടാണ്. പക്ഷേ ഇന്നലത്തെ മാച്ചോട് ആൾ വല്ലാണ്ടങ്ങ് എക്സ്പോസ്ഡ് ആയി എന്ന് തന്നെ നമുക്ക് പറയാം. ആർസണൽ പോയിട്ട് ഒരു ക്വാളിറ്റിയുള്ള സ്ട്രൈക്കറെ സൈൻ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹാവർട്സിനെ പോലെ ആ സ്റ്റൈലിൽ കളിക്കുന്ന ഒരാൾ വേണമെങ്കിൽ പോയി മർമൂഷിനെ സൈൻ ചെയ്യണമായിരുന്നു. ആവശ്യമുള്ള മർമൂഷിനെ പോലത്തെ പ്ലെയറെ സൈൻ ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഹാവർട്സ് തട്ടിക്കൂട്ടി എടുക്കുന്ന പണി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണല്ലോ മർമൂഷ്. അപ്പം ആവശ്യമുള്ള പ്ലെയേഴ്സിനൊന്നും സൈൻ ചെയ്യാൻ പോലെ ഈ അർട്ടറ്റനെ തന്നെ കുറ്റം പറയണം. ആൾ കുറേ CBനെ കൊണ്ടുവരും, കുറേ ഡ്യുവൽ വിന്നിങ് മിഡ്ഫീൽഡേഴ്സിനെ കൊണ്ടുവരും. ആവശ്യമുള്ള പൊസിഷനിലേക്ക് എന്തുകൊണ്ട് ആളെ കൊണ്ടുവരുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ്. ആർട്ടറ്റയ്ക്കെതിരെ തന്നെയാണ് ഈ ചോദ്യമൊക്കെ ഉയരേണ്ടത്. കാരണം 5 വർഷം ടീമിനെ കൈ കിട്ടിയല്ലോ. എന്നിട്ട് ഈ ഒരു സീസണിൽ നോക്കുന്ന സമയത്ത് ടീമിൻ്റെ ഗ്രാഫ് താഴോട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. കഴിഞ്ഞ സീസണിൽ ഈ സമയത്തൊക്കെ, അല്ലെങ്കിൽ അതിന് മുന്നത്തെ സീസണിലൊക്കെ ആഴ്സണൽ ഒരു ടൈറ്റിൽ ചാലഞ്ച് കൊടുക്കുന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഈ സീസണിൽ ആർക്കും ഇല്ല ഫീലിംഗ്. ആർട്ടറ്റയ്ക്ക് കാണൂല, ടീമിന് കാണൂല, ഫാൻസിനില്ല. ഫാൻസ് 5 മാച്ച് മുന്നേ ഈ ഹോപ്പൊക്കെ വിട്ടതാണ്. ഓക്കെ, അപ്പം അതാണ് ആർസണലിൻ്റെ ഷോർട്ടാക്കി പറഞ്ഞ അവസ്ഥ. ഡെക്ലാൻ റൈസ് ഓപ്പൺ ചാൻസസ് പലവട്ടം മിസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ചാൻസസൊക്കെ മിസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ആവും സ്റ്റെർലിങ്ങും മാർട്ടിനെല്ലിയൊക്കെ കുറേ ഓടിച്ചാടി ബോളൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ഫൈനലി ഇവർക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ നിങ്ങളാണ് ബെറ്റർ കളിച്ചത്, കുറേ ഷോട്ട് എടുത്തതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അൺലക്കിയാന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല, ഒരർത്ഥമില്ല. കാരണം ചാൻസസ് തുലച്ച് കഴിഞ്ഞാൽ തുലച്ചതാണ്. അപ്പം ചാൻസസ് മിസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് കളിച്ചു, തേങ്ങയായിട്ട് കളിച്ചു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സൈഡിലേക്ക് വരാം. അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് ഈ മാച്ചിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ആ ഒരു ലിവർപൂൾ മാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് അവർ നന്നായിട്ട് കളിച്ചു. അവർക്ക് ക്രൂഷ്യലായിട്ടുള്ളൊരു ഡ്രോ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ ഒരു മാച്ചിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാ പ്ലേയേഴ്സും സ്റ്റെപ്പപ്പ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ആർസണൽ മാച്ചിലേക്ക് വരുന്ന സമയത്ത് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് എഗെയിൻ ഒരു തീപ്പൊരി പെർഫോമൻസാണ് അവർ തന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആർസണലിൻ്റെ ഹോമിൽ പോയിട്ട് ആർസണലിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അതെ തോൽപ്പിച്ചല്ലോ. ഫൈനലി
പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ചു. അപ്പം ഇങ്ങനത്തെ ഒരു ഫൈറ്റ് കൊടുക്കുക, അതും 10 പേരെ ചുരുങ്ങിയതിന് ശേഷം അതേപോലെ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫിക്കൽട്ടാണ്. പക്ഷെ അത് ചെയ്തു. നമ്മുടെ റൂബൻ അമോറിമിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത് ചെയ്തു എന്ന് തന്നെ പറയാം. അതിൽ തന്നെ വരുമ്പം നമുക്ക് ആ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് തുടങ്ങാം. ബൈന്ദിറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പല ഡൗട്ട്സ് ഉണ്ട്. കാരണം ആൾ സെറ്റ് പീസിൽ വീക്കാണ്, ആൾ സെറ്റ് പീസിൽ വരുന്ന സമയത്ത് ആൾ ബോൾ ക്യാച്ച് ചെയ്യാനൊക്കെ കുറച്ച് പുറകിലാണെന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട കൺസേൺ എന്നുള്ളത്. പക്ഷേ ഇന്നലെ സെറ്റ് പീസിൽ ആൾ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. സെറ്റ് പീസിൽ മാത്രമാണോ? ഡെക്ലാൻ റൈസിൻ്റെ ഹെഡറൊക്കെ എങ്ങനെയാണ് സേവ് ചെയ്ത്, ആ പെനാൽറ്റി എങ്ങനെ സേവ് ചെയ്ത്, ആൻഡ് ഫൈനലി ഷൂട്ടൗട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഹാവർട്സിൻ്റെ ഷോട്ട് ബോൾ സേവ് ചെയ്തു. എത്ര ബ്യൂട്ടിഫുൾ സേവുകളാണ് ആ മനുഷ്യൻ നടത്തിയിട്ടുള്ളത്. സോ അൽതൈ ബൈന്ദിർ, നിങ്ങളൊരു സൂപ്പർ ഗോൾ കീപ്പറാണ്. ഇന്നലെ ആളാണ് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയിട്ടുള്ളത്. ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള പെർഫോമൻസ്. ഇതാണ് ഈ ടീമിൽ റൂബൻ അമോറിം കൊടുക്കുന്നത്. ആ മെൻറ്റാലിറ്റി അതാണല്ലോ ഫസ്റ്റ് വേണ്ടത്. ഒരു ടീമിന് ടാക്ടിക്സും ഒരുപാട് വേൾഡ് ക്ലാസ് പ്ലെയേഴ്സും അതൊന്നുമല്ല വേണ്ടത്. ആദ്യം വേണ്ടത് എന്താ? ടീമിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം, ടീം ജയിക്കണം, ബാഡ്ജിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നുള്ള ആ മെൻറ്റാലിറ്റി ആൻഡ് എങ്ങനെ കളിക്കണം എന്നുള്ള ബേസിക് ഐഡിയ അതാണ് വേണ്ടത്. അത് ടീമിലേക്ക് റൂബൻ അമോറിം പക്കായിട്ട് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഇപ്പം ലിച്ചൻ്റെ പെർഫോമൻസിലേക്ക് വരാം. ഓക്കെ, ബൈന്ദറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എക്സലൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ പറയുമ്പോൾ ആദ്യം ലിച്ചയാണ് റൂബൻ അമോറിമിൻ്റെ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയർ. ആൾക്ക് പാസ് കൊടുക്കാൻ പറ്റുന്നില്ല, ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ടോട്ടലി ഡിപ്പായിരുന്നു. പക്ഷേ ആ ലിവർപൂൾ മാച്ചിലേക്ക് നോക്കി, ആളുടെ മെൻറ്റാലിറ്റി അപ്പായി ആൻഡ് ആൾ ആ മാച്ചിൽ ഗോൾ സ്കോർ ചെയ്തു. ഇന്ന് വരുമ്പോൾ ഇന്നൊരു സോളിഡ് പെർഫോമൻസ് ആൾ കൊടുത്തു. ലിച്ച സൂപ്പറായിട്ട് കളിച്ചു ആൻഡ് ഡിലൈറ്റ് ആ ലാസ്റ്റത്തെ ഗോൾ ലൈൻ സേവ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ഇപ്പോൾ ആ ബോൾ പോയതെന്ന് പുറത്തേക്ക്. ഡിലൈറ്റ് പറന്ന് വന്ന് സേവ് ചെയ്തതാണ്. അടിപൊളി ഡിഫെൻഡിങ് ആണ് ഇന്നലെ ഡിലൈറ്റ് അവിടെ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഹാരി മഗ്വയർ, ഒരു മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് ആൾ തന്നിട്ടുണ്ട്. അപ്പം ഹാവർട്സിൻ്റെ ആ ഒരു ഫൗള് വരുന്നുണ്ടല്ലോ, ശരിക്കും മഗ്വയറിൻ്റെ ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് വരുന്നത് മഗ്വയറിൻ്റെ അടുത്തു നിന്നാണ്. പക്ഷേ മഗ്വയർ ചെയ്തിട്ടില്ല, അണ്ണൻ ചാടി വീണതാണ്. പെനാൽറ്റി അവർ കളയുകയും ചെയ്തു. അതിനാൾ ഭയങ്കര ഫ്യൂറിയസ് ആവുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടു. ആൾ ഫൈറ്റ് ചെയ്തു, ഗ്രൗണ്ടിൽ പക്കായിട്ട് ഫൈറ്റ് ചെയ്തു. കിടിലൻ ടാക്കിൾസ്, ഹയർ ഓഫ് ദ പിച്ചിലേക്ക് വന്നിട്ട് ഇൻ്റർസെപ്ഷൻസ് കാര്യങ്ങൾ നടത്തുക, ഏരിയയിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുക, അറ്റാക്കിലേക്ക് കോൺട്രിബ്യൂഷൻസ് നടത്തുക, ടീം മുന്നോട്ട് പോകുമ്പോൾ ബോൾ എടുത്ത് മുന്നോട്ട് പോവുക. വാട്ട് എ പെർഫോമൻസ് മാൻ. കിടിലനായിട്ടാണ് ഇന്നലെ ആ ഒരു ഹാരി മഗ്വയർ പെർഫോം ചെയ്തിട്ടുള്ളത്. ടോട്ടലി യുണൈറ്റഡിൻ്റെ ബാക്ക് ത്രീ കിടിലനാണ്. പ്ലസ് ലെനിയോറോ വന്നതിന് ശേഷം ലെനിയോറോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം യുണൈറ്റഡിൻ്റെ ആ ഒരു സെൻട്രൽ ബാക്സ് അവിടെ സെറ്റാണ്, പെർഫോം ചെയ്യാൻ പറ്റുന്നവരാണ്. ഇതിൽ തന്നെ മഗ്വയറിനെ കുറിച്ച് ഇനിയും പറയാനുള്ളത്, മഗ്വയർ കുറച്ചു കാലം മുന്നേ വരെ ഒരു ലോഫിംഗ് സ്റ്റോക്ക് ആയിരുന്നു. ഫുട്ബോൾ ഒരു ലോഫിംഗ് സ്റ്റോക്ക് ആയതിനു ശേഷം തിരിച്ച് നല്ല രീതിക്ക് പെർഫോം ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ടഫ്. കാരണം അറിയാമല്ലോ, സോഷ്യൽ മീഡിയ ഉള്ള കാലമാണ്. നമ്മളൊരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ വലിച്ചിട്ട് പെരുമാറും. അങ്ങനത്തെ ഒരു കാലത്ത് ഇമാതിരി ഒരു തിരിച്ചുവരവ് പൈത്തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. ഒരിക്കൽ പാർലമെൻറ്റിൽ വെച്ചിട്ട് നൈജീരിയ ഏതൊരു പാർലമെൻറ്റിൽ വെച്ചിട്ട് നമ്മുടെ ഹാരി മഗ്വയറിനെ അവിടുത്തെ മെമ്പേഴ്സ് മോക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ആ മോക്ക് ചെയ്ത ആൾ തന്നെ അപ്പോളജീസ് പറഞ്ഞു. അപ്പം ആ ഒരു കംബാക്ക് ആലോചിക്കുക. ഞാൻ തിരിച്ച് വന്നിട്ട് എല്ലാവരെ കൊണ്ടും അപ്പോളജി പറയിപ്പിക്കും, ഞാൻ നല്ല പ്ലെയറാണെന്ന് ഞാൻ തെളിയിക്കും, എൻ്റെ വെർത്ത് എന്താണെന്ന് ഞാൻ തെളിയിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ആൾ വർക്ക് ചെയ്തു ആൻഡ് ആളത് തെളിയിച്ചു എന്നുള്ളതാണ്. സോ മഗ്വയർ നല്ലൊരു മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത്. അറിയാലോ, ആഴ്സണൽ കുറേ അറ്റാക്സ് ആഴ്സണൽ നടത്തിയിട്ടുണ്ടായിരുന്നു. വളരെ ബ്രില്യൻ്റ് ആയിട്ട് ലിച്ച, ഡിലൈറ്റ് ആൻഡ് മഗ്വയർ പെർഫോം ചെയ്തിട്ട് അറ്റാക്സിനെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് അവിടെ ഡാലോൻ്റെ റെഡ് കാർഡ്. ഡാലോ ആ ഒരു ചാലഞ്ചിന് പോകാൻ പാടില്ലായിരുന്നു, സെക്കൻഡ് യെല്ലോക്കുള്ള ആ ഒരു ചാലഞ്ചിന് പോകാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഓൾറെഡി യെല്ലോയിൽ നിൽക്കുവാണ്. അപ്പോൾ അത്രയും കെയർ ചെയ്ത് കളിക്കണം. ഇതൊരു കപ്പ് ഗെയിമാണ് എന്നുള്ള ബോധം ഡാലോക്ക് വേണം. അത് ഡാലോ ആ സമയത്ത് കാണിച്ചില്ല. അതിൻ്റെ വിലയായിട്ട് ഡാലോക്ക് പുറത്ത് പോകേണ്ടി വന്നു. ഓക്കെ, അങ്ങനെ ഡാലോ അവിടെ പോയി. പിന്നെ മാസറോയി നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഉഗാർട്ടെ ഫസ്റ്റ് ഹാഫിലൊരു ക്രൂഷ്യൽ സമയത്ത് തൻ്റെ കാലിൽ നിന്നൊരു ബോളൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ
ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള നല്ലൊരു പെർഫോമൻസാണ് ആൾ തന്നിട്ടുണ്ടായിരുന്നത്. ഡിഫെൻസീവ്ലി നല്ല സോളിഡിറ്റി കൊടുക്കാൻ ആൾക്ക് പറ്റുന്നുണ്ട്. ആൻഡ് ആൾ അത്യാവശ്യം നല്ലൊരു ബോൾ ക്യാരിയറാണ്. അതായത് സൂപ്പർ ടോപ്പ് ലെവൽ ക്യാരിയറാണെന്നല്ല, അത്യാവശ്യം നല്ല രീതിക്ക് ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാളാണ്. അപ്പം അമോറിമിൻ്റെ സിസ്റ്റത്തിൽ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഉഗാർട്ടെ എന്ന് പറയുന്നത്. അപ്പം ഉഗാർട്ടെ ഇന്നലെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഉഗാർട്ടെ കൃത്യമായിട്ട് ബോൾ ക്യാരി ചെയ്ത് പോകുന്നു, ബോൾ പാസുകൾ കൊടുക്കുന്നു. ഡിഫെൻസീവ്ലി ആൾ കൊടുക്കുന്ന സോളിഡിറ്റി തന്നെയാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പം ആ ഒരു 10 പേരായിട്ട് ചുരുങ്ങിയ ശേഷം ആളുടെ പെർഫോമൻസ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു പ്ലെയർ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ബ്രൂണോ വിമർശനങ്ങൾക്ക് ശേഷം, ഒരുപാട് വിമർശനങ്ങൾ കിട്ടിയ ശേഷം ലിവർപൂൾ മാച്ചിലും ഈ ഒരു മാച്ചിലും കാണിച്ചിട്ടുള്ള മെൻറ്റാലിറ്റി, ആ ഒരു പെർഫോമൻസ്, അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ക്യാപ്റ്റൻ ആംബാൻഡ് ഇട്ടിട്ട് ആൾ ആ ക്യാപ്റ്റൻ്റെ കളി കളിച്ചു. ആ കളി ആളർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറേ കാലമായിട്ട്, അതുകൊണ്ടാണ് എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾ വന്നു, ആ ഒരു പെർഫോമൻസ് അവിടെ തന്നു എന്നുള്ളതാണ്. സോ റിയലി ഹാപ്പി ഫോർ ബ്രൂണോ ഫെർണാണ്ടസ്. ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ബ്രൂണോ. അങ്ങനെ ബ്രൂണോ ഈസ് ബാക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള 2 മാച്ചാണ് ഇപ്പോൾ ഈ അടുത്ത് നടന്നു പോയിട്ടുള്ളത്. പിന്നെ അറ്റാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ആരൊക്കെയാണ് അവിടെ? കോബി മൈനോ കുറിച്ച് പറയണമല്ലോ. മിഡ്ഫീൽഡിൽ മൈനോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ കോളിയർ വരുന്നുണ്ട്. കോളിയറും അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. നിങ്ങൾ അന്ന് ശരിക്കും ആ ഒരു കാസമിറോനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കോളിയറൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത്. ബാഡ്ജിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അറ്റാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഗർനാച്ചോ മാൻ, ആ ഞാൻ ഒരുപാട് എപ്പോൾ ചാൻസ് കിട്ടിക്കഴിഞ്ഞാലും ഗർനാച്ചോനെ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ, പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ഗർനാച്ചോൻ്റെ പെർഫോമൻസ് ടോപ്പ് നോച്ചായിരുന്നു. അടിപൊളി പെർഫോമൻസ് ആണ്. ഫസ്റ്റ് ഗോൾ വന്ന വഴിയൊന്ന് നോക്കിയാൽ നിങ്ങൾ, അവിടെ ഗർനാച്ചോ ബോൾ വിൻ ചെയ്തു. ഗർനാച്ചോ സൂപ്പറായിട്ട് അത് ക്യാരി ചെയ്തു പോയി. ആൻഡ് ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു പാസ് കൊടുത്തു, ബ്രൂണോ അത് സ്കോർ ചെയ്തു. എക്സലൻറ്റ്, അടിപൊളി ക്യാരിയും അടിപൊളി പാസുമാണ് ആളവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗർനാച്ചോ. സോ നല്ല പെർഫോമൻസ് ഗർനാച്ചോൻ്റെ സൈഡിൽ നിന്ന്. പിന്നെ ഹോയ്ലൻഡിനെ കുറിച്ച് പറയണം. ഹോയ്ലൻഡ് വേഴ്സ്റ്റ് പൊസിഷനിങ്. ആൾ സ്ട്രൈക്കറാണ്. ആൾ ഏതെങ്കിലും ടീമിലെ സ്ട്രൈക്കറല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ സ്ട്രൈക്കറാണ്. ആ ക്വാളിറ്റി കാണിക്കണം. നിങ്ങൾ നോക്ക്, മാച്ച് എടുത്ത് നോക്ക്. യുണൈറ്റഡ് ഫ്രണ്ട് ഫുട്ടിലേക്ക് ഒരു അറ്റാക്കിന് വരുന്ന സമയത്ത്, ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള അറ്റാക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ ഹോയ്ലൻഡ് പൊസിഷൻ ചെയ്യുന്നത് നോക്കിക്കേ, മനസ്സിലാവും. വേഴ്സ്റ്റ് പൊസിഷനിങ് ആണ് ഹോയ്ലൻഡിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. ആളൊരു സ്ട്രൈക്കറല്ലേ, അപ്പം ആ രീതിക്ക് ആൾ സ്റ്റെപ്പപ്പ് ചെയ്യണ്ടേ. ആൾക്ക് ചാൻസ് കിട്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷനിങ് വേഴ്സ്റ്റ് ആയതുകൊണ്ടാണ്. അത് 100% അങ്ങനെ തന്നെയാണ്. ആൾക്ക് ചാൻസ് കിട്ടാത്തത്, ആൾ ഈ ഡിഫൻഡേഴ്സിൻ്റെ മൂട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ചാൻസ് കിട്ടില്ല. ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിങ് ചെയ്യണം. അപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ, അവിടെ അലജാൻഡ്രോ ഗർനാച്ചോ ആ ഒരു ഫസ്റ്റ് ഗോളിലേക്ക് ലീഡ് ചെയ്ത ബോൾ ക്യാരി ചെയ്ത് വന്നു. അവിടെ ബെറ്റർ പൊസിഷനിൽ നിൽക്കാനുള്ള ഓപ്ഷൻ ആർക്കുണ്ട്? ഹോയ്ലൻഡിനുണ്ട്. ഹോയ്ലൻഡ് നിന്നില്ല. ഹോയ്ലൻഡ് എന്തോ മണ്ടക്കളി കളിക്കുന്ന പോലെ കളിക്കുന്നത്. അപ്പം ഹോയ്ലൻഡിലേക്ക് സ്വാഭാവികമായിട്ടും പാസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് ബ്രൂണോയിലേക്ക് എത്തി. ബ്രൂണോ ബ്യൂട്ടിഫുള്ളായിട്ട് അത് ഫിനിഷ് ചെയ്തു. അപ്പം ഹോയ്ലൻഡിൻ്റെ പൊസിഷനിങ് എല്ലാം ഭയങ്കര മോശമാണ്. സോ എന്ത് ഡിസിഷൻ ഇനി നെക്സ്റ്റ് സമ്മറിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ റൂബൻ അമോറും എടുക്കും എന്നുള്ളത് കണ്ടറിയണം. ഓക്കെ, അപ്പം അതാണ് ടോട്ടലി യുണൈറ്റഡിനെ കുറിച്ച് പറയാനുള്ളത്. ഈ പ്ലേയേഴ്സൊക്കെ നിന്നു, ബാഡ്ജിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് എവിടെയായിരുന്നു? ഈ ഫൈറ്റിംഗ് സ്പിരിറ്റാണ് വേണ്ടത്. ഇപ്പോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ജയിക്കുമോ തോൽക്കുമോ അതവിടെ നിൽക്കട്ടെ, സമനിലയോ, പക്ഷേ ഫൈറ്റ് ചെയ്യണം. ബാഡ്ജിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. ജയിക്കാൻ വേണ്ടി ടീം ഫൈറ്റ് ചെയ്യുന്നതെന്ന് അവർക്ക് കാണണം. അതാണ് അധികം യുണൈറ്റഡ് ഫാൻസ് ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ അടുത്തുനിന്ന്. അപ്പം ഇത് കൃത്യമായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് യുണൈറ്റഡ് ഫാൻസിൻ്റെയും പ്ലെയേഴ്സിൻ്റെയൊക്കെ ആവശ്യമാണ്. ചിലപ്പോൾ ഇവർ നാളെ വല്ല ബോൺമൗത്തിനെതിരെയൊക്കെ പോയിട്ട് തൊലിഞ്ഞ പെർഫോമൻസ് തരും, പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം 2 ബിഗ് ടീമിനെതിരെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇനി ചെറിയ ടീമുകൾക്കെതിരെ അല്ലെങ്കിൽ ടോപ്പ് 10 നിൽക്കുന്ന മറ്റ് ടീമുകൾക്കെതിരെ നന്നായിട്ട് പെർഫോം ചെയ്യണം. കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പറ്റണം. എനിവേ നല്ലൊരു പണിയാണ് റൂബൻ അമോറിം എടുക്കുന്നത്. കാരണം ആ സ്റ്റോമ് വന്നു, കുറച്ചധികം തോൽവികൾ നേരിടേണ്ടി വന്നു. ആൻഡ് നല്ല രീതിക്ക് ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഒരു 10 മാച്ചൊക്കെ ഇങ്ങനെ ഒരു അൺഡിഫീറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകണം അവർ, എന്നാലേ കാര്യമുള്ളൂ.
എന്തായാലും നെക്സ്റ്റ് റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് FA കപ്പിൽ. അത് നല്ലൊരു നേട്ടം തന്നെയാണ്. പുറത്താക്കിയത് ആഴ്സണലിനെയാണ്. അറിയാലോ മാച്ചിലെ സ്പിരിറ്റ് കാര്യങ്ങളൊക്കെ അറിയാം. ഇത് റൂബൻ അമോറിം പറഞ്ഞിട്ടുണ്ട്, പ്ലേയേഴ്സിന് സ്പിരിറ്റ് ഉണ്ട്, ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ മെൻറ്റാലിറ്റി കീപ്പ് ചെയ്യാം. ആ വിജയം നേടിയത് ആഴ്സണലിനെതിരെ ആയതുകൊണ്ട് തന്നെ, അതും ഇത്രയും ഹീറ്റഡ് ആയിട്ടുള്ളൊരു മാച്ച്, റഫറി ഡിസിഷൻസൊക്കെ യുണൈറ്റഡിനെതിരെ വന്നൊരു മാച്ച്, അത്തരത്തിലുള്ളൊരു മാച്ചിൽ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൽകുന്ന ഒരു മെൻ്റൽ ബൂസ്റ്റ് വേറെ തന്നെയാണ്. സോ ആ മെൻ്റൽ ബൂസ്റ്റും ക്യാരി ചെയ്തിട്ട് നല്ല പെർഫോമൻസുകൾ ഇനിയും യുണൈറ്റഡ് തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അറിയാമല്ലോ യുണൈറ്റഡ് ഒരു ബിഗ് ക്ലബ്ബാണ്. അവർ കൂടി സജീവമായിട്ട് ആ ഒരു യൂറോപ്യൻ റേസിലേക്ക്, ആ ഒരു പ്രീമിയർ ലീഗ് റേസിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫിയർ ഫാക്ടർ പക്കായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി യുണൈറ്റഡിന് പറ്റണം. നല്ല രസമുള്ളൂ. ഇപ്പോൾ പ്രീമിയർ ലീഗ് കാണുന്ന ഒരു ന്യൂട്രൽ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹമാണത്. ഒരു പകിട്ടോടെ യുണൈറ്റഡ് ആ ഒരു പ്രീമിയർ ലീഗിൽ ഓൾഡ് ട്രാഫോർഡിലും മറ്റുള്ള സ്റ്റേഡിയത്തിലും പോയിട്ട് കളിക്കുന്നത് കാണാൻ ആസ് എ ന്യൂട്രൽ ഫാൻ എന്നുള്ള രീതിക്ക് എനിക്ക് ആഗ്രഹമുണ്ട്. ലിവർപൂൾ കത്തിക്കയറി വരുന്നുണ്ട്, നോട്ടിംഗ്ഹാം അടിപൊളിയായിട്ട് വരുന്നുണ്ട്, ന്യൂ കാസിൽ വരുന്നു, ആസ്റ്റൺ വില്ല വരുന്നു. അപ്പോൾ ഇമാതിരി പഹയന്മാരൊക്കെ അടിച്ച് കയറുന്നു. മാഞ്ചസ്റ്റർ സിറ്റി നിരന്തരമായി ട്രോഫി അടിച്ചുകൊണ്ടിരിക്കുന്നു. ആർസണൽ ഈ സീസൺ വിട്ടേക്ക് ഒന്നുമില്ല ഇനി. അപ്പം ഈ ടീമുകളൊക്കെ റൈസ് ചെയ്ത് വരുന്ന സമയത്ത് യുണൈറ്റഡ് താഴോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം ഇനി മുന്നോട്ട് ടീമിനെ കൈപിടിച്ച് ഉയർത്താനുള്ള ചുമതലയുള്ളത് ആർക്കാണ്? പോർച്ചുഗലിൽ നിന്ന് വന്നിട്ടുള്ള റൂബൻ അമോറിം എന്ന് പറയുന്ന മനുഷ്യനാണ്. ആൾക്കത് ചെയ്യാൻ പറ്റുമോ? ആൾക്കത് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പ്ലെയേഴ്സ് മെൻറ്റാലിറ്റി കാണിക്കണം. അത് ക്രൂഷ്യലായിട്ടുള്ള കാര്യം. അപ്പം ഈ പ്ലെയേഴ്സ് അവിടെ പോയിട്ട് തൊലിഞ്ഞ കളി കളിച്ച് കഴിഞ്ഞാൽ റൂബൻ അമോറിമിന് അധികം ഒന്നും ചെയ്യാനില്ല. റൂബൻ അമോറിമിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ റാഷ്ഫോർഡിനെ പറഞ്ഞു വിട്ടു, വളരെ നല്ല കാര്യം. പിന്നെ ആൾക്കറിയാം ഇപ്പോൾ എല്ലാ പ്ലെയേഴ്സിനും പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ശുദ്ധി കലശം നടത്തിയിട്ടൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എല്ലാ പ്ലെയേഴ്സിനും ആ ട്രെയിനിങ് സെഷനിൽ മാക്സിമം പിടിച്ച് ആ ഒരു ഫിയർ ഫാക്ടർ കൊടുക്കുക. അതായത് നീ കളിച്ചില്ലെങ്കിൽ ബെഞ്ചിലിരിക്കും, അല്ലെങ്കിൽ ക്ലബ്ബ് വിട്ട് പോകേണ്ടി വരും എന്നുള്ളൊരു ഫിയർ ഫാക്ടർ കൊടുക്കുക. നമ്മുടെ റാഷ്ഫോർഡിന് ചെയ്ത പോലെ നിന്നെയും ചെയ്യും എന്നുള്ള ഫിയർ ഫാക്ടർ കൊടുത്തു. അത് വർക്കായി. ട്രെയിനിങ് സെഷൻസ് പ്രോപ്പറായിട്ട് കിട്ടി. ഫോം ഔട്ട് ആയിരുന്ന ഒരു ഫോമിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ അറിയാം കളിക്കണം, കളിച്ചില്ലെങ്കിൽ പണി പാടും, ചിലപ്പോൾ ബെഞ്ചിലിരിക്കേണ്ടി വരും. അത് കൊടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ളൊരു സാധനം അവിടെ അമോറിമ കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മര്യാദ കളിച്ചോ, അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ ബെഞ്ചിലിരിക്കേണ്ടി വരും. അത് തന്നെയാണ് ടീമിൻ്റെ മെൻറ്റാലിറ്റി ഇമാതിരി അപ്പ് ലെവലിലേക്ക് എത്തിയത്. പിന്നെ അമാദ് സബ്ബായിട്ട് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, അമാദ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. സോ സിർക്സി, അത് പറയണമല്ലോ, സിർക്സിനെ കുറിച്ച് എങ്ങനെ പറയാതിരിക്കുക. സിർക്സി ആ ഒരു പെനാൽറ്റി വിന്നിങ് ഗോൾ അടിക്കുന്നത് സിർക്സിയാണ്. ആളുടെ മറ്റേ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. സോ ഹാപ്പി ഫോർ സിർക്സി. ആളെ ബൊളോഗ്നയെന്ന് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. യുണൈറ്റഡിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ പ്രതീക്ഷകൾ കൂടുതലായിരുന്നു. ചില മാച്ചിൽ ആൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, പക്ഷേ ടോട്ടലി നോക്കുന്ന സമയത്ത് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. ഇന്നലെ ആൾ നല്ലൊരു പണി നമ്മുടെ സാലിബക്ക് കൊടുക്കുന്നുണ്ട്. സാലിബനെ അങ്ങോട്ട് വീഴ്ത്തി കളയുന്നുണ്ട് ഒരു അടിപൊളി മൂവ്മെൻറ്റിലൂടെ. നെറ്റ്മക്ക് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അങ്ങനെ നല്ലൊരു പെർഫോമൻസ് തരാൻ വേണ്ടിയിട്ട് ഈ ചങ്ങായിക്കും കഴിഞ്ഞു, സിർക്സിക്ക്. സോ സിർക്സി ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളതും സിർക്സിൻ്റെ ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്രൂഷ്യലാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. ഓക്കെ, അപ്പോൾ ഇനി ബോർഡ് ചെയ്യേണ്ടത് ആവശ്യമുള്ള സാധനങ്ങളെ ഇയാൾക്ക് ഇറക്കി കൊടുക്കുക. ആ ഡയലോട്ടിനൊക്കെ തട്ടിയിട്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു വിങ് ബാക്കിനെ കൊണ്ടു കൊടുക്കുക. ന്യൂനോ മെൻഡസോ കെർക്കസോ അങ്ങനത്തെ പ്ലേയേഴ്സിനെ ഇറക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്യുകയാണെങ്കിൽ അവർ ബൈന്ദറിനൊക്കെ കീപ്പ് ചെയ്യും. ഓനാനായിരിക്കും പുറത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ബൈന്ദർ പോകും, ഓനാനെ നിൽക്കും, അറിയില്ല. ഈ ഗോൾ കീപ്പിംഗ് പൊസിഷനെ കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല. ആൻഡ് അവർക്ക് ആ ഒരു മിഡ്ഫീൽഡ് കളിക്കാൻ ഒരാളും കൂടെ വേണം. ബ്രൂണോക്ക് ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ റിപ്ലേസ്മെൻറ്റ് വേണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ലെഫ്റ്റ് വിങ്ങിൽ അവർക്ക് ആളുകൾ വേണം. അപ്പോൾ എല്ലാ പൊസിഷനിലും അവർക്ക് ആളുകൾ വേണം. അപ്പോൾ അത് മാനേജ്മെൻറ്റ് ആവശ്യപ്പെടുന്ന പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പല സമയത്തും ടെൻഹാഗ് കാണിച്ച മണ്ടത്തരം ഈ മനുഷ്യൻ കാണിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമോറിമ കാണിക്കില്ല എന്ന്. ടെൻഹാഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴൊക്കെ സൈൻ ചെയ്ത് കൊണ്ടുവന്നത് അയാൾ സിസ്റ്റത്തിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണോ എന്ന് നമ്മളൊന്ന് റീതിങ്ക് ചെയ്ത് നോക്കിയേ. അല്ല, പലപ്പോഴും അല്ല. സോ പ്രോപ്പറായിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരിക, സിസ്റ്റം ഉണ്ടാക്കുക. എന്താണോ ഇപ്പോൾ ഈ സീസണിൽ പല അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യേണ്ടി വരും. കാരണം മനസ്സിലായി ഇനിയിപ്പോൾ എൻ്റെ സിസ്റ്റം ഇട്ട് തൽക്കാലം ഇവിടെ കളിക്കാൻ വേണ്ടി പറ്റൂല എന്ന്. അപ്പോൾ എന്ത് ചെയ്തു? ആൾ കുറച്ചുകൂടി കൗണ്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി.
ആ പക്ക സിസ്റ്റം, അതായത് 3 at the back ആണ്, 2 wing backs ഉണ്ട്, പിന്നെ ഡയലോഗ് ആസ് എ വിങ് ബാക്ക് എന്നുള്ള രീതിയിൽ എത്രത്തോളം ഇമ്പാക്റ്റാണ് കൊണ്ടുവരുന്നത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഔട്ട് ആൻഡ് ഔട്ട് ഒരു അമോറിം സിസ്റ്റം ഒന്നല്ല യുണൈറ്റഡിൽ വർക്ക് ചെയ്യുന്നത്. ആ സിസ്റ്റത്തിലേക്ക് വരാൻ നല്ല പ്ലെയേഴ്സ് വേണം, കുറേ കൂടി പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് വേണം. ഡാലോ ഒന്നും പോരാ. സോ സെറ്റാവട്ടെ, യുണൈറ്റഡ് നല്ല രീതിക്ക് തിരിച്ചു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഓക്കെ, ലെറ്റ് സി അവർക്ക് ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരു ലാപ്പിലെ വീഡിയോ എടുക്കുന്നത്, സൗണ്ട് ഒക്കെ കറക്റ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ക്ലാരിറ്റി കുറവായിരിക്കും, എനിക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.